വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാർ ഉപരോധ സമരം നടത്തുകയാണ്. കൊടും ചൂടിലും റോഡിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ടും കിടന്നുകൊണ്ടുമാണ് ആശമാർ സമരം നടത്തുന്നത്. സമാധാനപരമായി നടത്തിയിരുന്ന സമരം 36ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സർക്കാരിൻ്റെ കണ്ണു തുറക്കുക, അധികാരികളുടെ കണ്ണു തുറക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലൂടെയാണ് അവർ ഇന്ന് ഒരു പടി കൂടി കടന്ന് സെക്രട്ടേറിയറ്റ് കവാടം ഉപരോധിക്കുന്നതടക്കമുള്ള സമരമാർഗങ്ങളിലേക്ക് മുന്നോട്ട് പോയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. ഇപ്പോൾ അവരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം പുരോഗമിക്കുകയാണ്. ടിൻഡുവിലേക്ക് പോകുന്നു. ടിൻഡു, ആശമാർ സമരം കടുപ്പിച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ടുള്ള സമരം. തീർച്ചയായിട്ടും രോഹിണി, 36ാം ദിവസം നിയമം ലംഘിച്ചുകൊണ്ട് ഒരു സമരഘട്ടത്തിലേക്ക് ആശാവർക്കർമാർ കടക്കുകയാണ്. ആശാവർക്കർമാരെ MC റോഡ് പൂർണ്ണമായി ഉപരോധിച്ചുകൊണ്ടാണ് ആദ്യ നിയമലംഘന സമരം നടക്കുന്നത്. 36 ദിവസം പിന്നിടുമ്പോഴും ആശാവർക്കർമാരുടെ അവകാശങ്ങളും ആശാവർക്കർമാരുടെ ആവശ്യവും അംഗീകരിക്കാതെ സർക്കാരും കണ്ടില്ല എന്ന് നടിക്കുന്ന സാഹചര്യത്തിലാണ് സമരം കൂടുതൽ ശക്തമാക്കാനായിട്ട് ആശാവർക്കർമാർ തീരുമാനിക്കുന്നത്. തിരുവനന്തപുരം പാറശാല മുതൽ കാസർഗോഡ് തലപ്പാടി വരെയുള്ള ആശാവർക്കർമാർ ഇന്ന് ഈ സമരവേദിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തടിച്ചു കൂടിയിട്ടുണ്ട്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ റോഡിൽ ഇരുന്നും അതോടൊപ്പം കിടന്നുമൊക്കെയാണ് ആശാവർക്കർമാർ അവരുടെ പ്രതിഷേധം അറിയിക്കുന്നത്. സമരപ്പന്തലിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് KK രമ MLA സമരപ്പന്തലിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ പല നേതാക്കന്മാരും അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ ഈ സമരപ്പന്തലിൽ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ വിരമിക്കൽ തുക പ്രഖ്യാപിക്കുക, പെൻഷൻ നൽകുക, മെഡിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 36 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെയിലത്തും മഴയത്തും അവരുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അവർ രാത്രിയും പകലും ഇവിടെ കഴിയുന്നത്. സർക്കാർ ഒരു ഘട്ടങ്ങളിൽ പോലും സർക്കാരോ ആരോഗ്യവകുപ്പോ ഇവരുടെ ആവശ്യം കണ്ടുവെന്ന് നടിച്ചില്ല. ഒരു ഘട്ടത്തിൽ പോലും ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചില്ല. സർക്കാർ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഒരുപക്ഷെ ആശാവർക്കർമാരുടെ ഈ സമരത്തെയും സമരത്തോടുള്ള സമീപനമെന്ന് മനസ്സിലാക്കാം. സമീപകാലങ്ങളിൽ 1ഉം 2ഉം പിണറായി സർക്കാരുകൾ അധികാരത്തിലേറ്റ സമയത്ത് ഇവിടെ നടന്ന ജനകീയ പ്രക്ഷോഭങ്ങളും നമ്മളൊക്കെ ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഒരു ഘട്ടത്തിൽ പോലും ജനങ്ങൾക്ക് ആവശ്യക്കാരന് അവകാശമുള്ളവര് ഒന്നും നീതി ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയേണ്ടത്. 23,000-ഓളം വരുന്ന സ്ത്രീകളാണ് നീതി ലഭിക്കാതെ തെരുവിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ ചെയ്ത ജോലിയുടെ കൂലിക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നത്. ഏറ്റവും ദുഷ്ടതയുടെ ആൽരൂപമായ അല്ലെങ്കിൽ ഏറ്റവും ദുഷ്ടതയുടെ രൂപമായ ഒരു പക്ഷേ ഈ സർക്കാർ മാറിക്കഴിഞ്ഞുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ സമരത്തിൽ നിന്നും ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ട് പോകില്ല എന്നാണ് ഈ സമരസമിതി പ്രഖ്യാപിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ട് പോകില്ല എന്നാണ് സമരസമിതി അംഗങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള കടുത്ത സമരമാണ് ഒരുപക്ഷെ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്നും പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചേച്ചി, കിടന്നാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത്. നിയമലംഘനത്തിലേക്ക് കടന്നിരിക്കുകയാണ് സമരം. അതെ, അപ്പോൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഏത് ജില്ല? നമ്മൾ തിരുവനന്തപുരം ജില്ല. ആ സമരത്തിലെ എല്ലാ ദിവസവും വരുമായിരുന്നു. ഇത്തരത്തിലുള്ള സമരവുമായിട്ട് മുന്നോട്ടാണ് തീരുമാനം. ശക്തിയുള്ള വെയില് 35 ദിവസമായിട്ട് വെയിലും മഴയും കൊള്ളയാണ്. ഈ വെയിലൊന്നും ഒരു പ്രശ്നമല്ല. തീർച്ചയായിട്ടും രോഹിണി, 35 വർഷമായി ആശാവർക്കർമാരുടെ ജോലി ചെയ്തുകൊണ്ട് വെയിലത്ത് പണിയെടുക്കുകയാണ്. അപ്പോൾ ഈ വെയിലെന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമല്ല. ഈ വെയിലത്തിരുന്നുകൊണ്ടും ഏത് മഴയത്തിരുന്നുകൊണ്ടും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 365 ദിവസം ജോലി ചെയ്താലും ഇവർക്ക് ലഭിക്കുന്നത് 7,000 രൂപ ഓണറേറിയമാണ്. ആ ഓണറേറിയം നിശ്ചിത തുകയായിട്ട് 21,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ മെഡിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക, വിരമിക്കൽ തുക നൽകുക, ഇതൊക്കെ തന്നെയാണ് ഇവർ പല ഘട്ടങ്ങളിലും ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ വലിയ രീതിയിലൊരു സമരം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു വലിയ സ്ത്രീ പങ്കാളിത്തത്തോട് നടക്കുന്ന സമരം, സ്ത്രീകൾക്ക് പരിഗണന നൽകുന്നു, സ്ത്രീകൾക്ക് അവരുടെ ജോലി ചെയ്യാനുള്ള അവകാശങ്ങൾ നൽകുന്നു, സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ പല ഘട്ടത്തിൽ പോലും പറയുന്ന സർക്കാർ
23,000-ഓളം സ്ത്രീകൾ ചെയ്യുന്ന ഈ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഈ സമരത്തിന് ഒരു തരത്തിലുള്ള ഈ സമരത്തിനോട് യോജിച്ചു പോകാനോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ പറ്റി ചർച്ച ചെയ്യാനോ സർക്കാർ ശ്രമിക്കുന്നില്ല എന്ന് വേണം പറയേണ്ടതായത്. ചേച്ചി ഇന്നാണ് ഇല്ലല്ല അനേക ദിവസങ്ങളിൽ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് റോഡ് ഉപരോധിച്ചു ഒരു തരത്തിൽ ഇല്ല, തീർച്ചയായിട്ടും ഒരു തരത്തിലും പിന്മാറില്ല എന്ന് തന്നെയാണ് ഇവരുടെ വാദം. ചേച്ചി ഇതൊരു നിയമലംഘന സമരമാണ്. 36 ദിവസം 36 ദിവസം കൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ഇവിടെ കിടക്കുകയാണ്. ഞങ്ങൾ 18 വർഷം കൊണ്ട് ഞങ്ങൾ ഈ പീഡനങ്ങൾ അനുഭവിക്കുക. തുച്ഛമായ വേതനത്തിലും ഞങ്ങൾക്ക് വീട് പുലർത്താൻ ഇതുകൊണ്ട് ഒരുപാട് രോഗികളും സുഖമില്ലാത്ത ഭർത്താക്കന്മാരും ഒക്കെ ആയിട്ട് കഴിയുക ഞങ്ങളുടെ കുടുംബങ്ങൾ. ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഒന്നും നേടാനില്ല. ഞങ്ങൾ രാപകലില്ലാതെ ഞങ്ങൾ അധ്വാനിക്കാം ഞങ്ങളുടെ നാടിന് വേണ്ടി. ഞങ്ങൾക്ക് പിന്നെ ഒരു അഭിമാനമുണ്ട്. ഞങ്ങളുടെ നാടിന് വേണ്ടി, ഞങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി, നാട്ടുകാരുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങൾ പോലും രോഗം വരരുത്. അത് ഉദ്ദേശിച്ച് ഗർഭിണികളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഈ ജോലി ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഈ ജോലി ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ നാടിന് വേണ്ടി ജീവിക്കുന്നവരാ. ഞങ്ങൾക്ക് അതിനുള്ള വരുമാനമില്ല. ഞങ്ങൾക്ക് അതിനുള്ള വേതനം തരുന്നില്ല. സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറക്കുക. ഇനിയെങ്കിലും സർക്കാർ ഞങ്ങളുടെ ജോലി കണ്ടിട്ട് കണ്ണു തുറക്കുക. ഇനി സമരമായിട്ട് മുന്നോട്ട് തന്നെ പോകും. ഒരു തരത്തിലും പിന്നോട്ടില്ല. സമരം ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് വിജയിച്ചാൽ ഞങ്ങൾ പിന്നോട്ട് മാറത്തോളൂ. തീർച്ചയായിട്ടും ഈ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല. ഏത് വിധേയനെ, അതായത് കഴിഞ്ഞ 36 ദിവസം സമാധാനപരമായിട്ട് സമരം ചെയ്യുകയായിരുന്നെങ്കിൽ ഇനി ഏത് വിധേയനെയും സമരത്തിന്റെ ഏത് തരത്തിലുള്ള ഘട്ടങ്ങളിലേക്ക് കടന്നുകൊണ്ടാണ് നിയമം ലംഘിച്ചു കൊണ്ടാണെങ്കിലും ഈ സമരവുമായിട്ട് നിയമം ലംഘിക്കാനായി ഇവരെ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് തള്ളിയിട്ടു എന്ന് വേണ്ടേ പറയാൻ? കാരണം ഞങ്ങൾ പണിയെടുത്ത് ഞങ്ങളുടെ ആരോഗ്യം മൊത്തം നശിച്ച് പെടലിയുടെ തേയ്മാനം, നടുവിന്റെ തേയ്മാനം, ഞങ്ങൾ നടന്ന് എരിവെയിലത്തും പൊരിവെയിലത്തും നടന്നും മഴയത്തും തണലില്ലാതെ ഞങ്ങൾ അധ്വാനിക്കുക. ഞങ്ങളുടെ വീടല്ല ഞങ്ങൾ നോക്കാൻ, നാടിന് വേണ്ടി അധ്വാനിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് ചെലവാക്കാൻ ഞങ്ങൾക്ക് ഒന്നും തരുന്നില്ല. ഞങ്ങൾ 40-ാമത്തെ വയസ്സിൽ കയറിയ എനിക്ക് 56 വയസ്സായി. ഞാൻ 62 വയസ്സിൽ വെറും കയ്യോടെ ഇറങ്ങിപ്പോണം. അതാണ് ഞങ്ങളുടെ സർക്കാരിന്റെ ഇപ്പോഴത്തെ നീതി. അതിനൊരു സമാധാനം ഞങ്ങൾക്ക് കണ്ടെത്തി തരണം. ഈ അമ്മമാരുടെ വേദന സർക്കാർ കാണണം. ഞങ്ങൾ സർക്കാരിന്റെ ഒപ്പം, ഞങ്ങളുടെ വേദന സർക്കാർ കാണണം.